ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് റൂമിലൊക്കെ കയറി. ഇനി ഫുഡിൻ്റെ ഏരിയയിലേക്കൊന്ന് പോട്ടെ. നല്ല വിശക്കുണ്ട്, ഭയങ്കര വിശപ്പ്. ഒന്ന് പോയിട്ടൊന്ന് റെസ്റ്റോറൻ്റൊക്കെ നോക്കി ഒരു ഐഡിയ കിട്ടുക ഓവറോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെന്നൊക്കെ. എന്തത് എയർപോർട്ടോ? Grab your jacket and your shades. We're taking lead from this big satin. So we'll be miles away. Oh, and the red sky will be melting. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് ലഞ്ച് കഴിച്ചത് തന്നെ ഒരു 4-5 ആയി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വലിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു, ബുഫേ ആയിരുന്നു. പക്ഷെ അവിടെ കുറേ റെഡ് മീറ്റ്സ് ആയിരുന്നു. ഞാൻ യൂഷ്വലി ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. റെഡ് മീറ്റ്സ് ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല. കട്ടാന്നുണ്ട്, രണ്ടുപേര് കട്ടായി നോക്കുന്നുണ്ട്, നടക്കാൻ പോലും വയ്യ. അപ്പോൾ ഇവിടെ ഓൾ ഇൻക്ലൂസീവ് ആയ കാരണം നമുക്കിവിടെ അൺലിമിറ്റഡ് ഡ്രിങ്ക്സാണ്, അൺലിമിറ്റഡ് ഫുഡ്. ഇവിടെ വരുന്ന ഭൂരിഭാഗം പോയിട്ട് അടിച്ച് ഓഫാണ്. ഞങ്ങൾ ബുഫേ കഴിക്കാൻ പോയി, ബുഫേ കഴിച്ചു. ബുഫേ ഇഷ്ടമായില്ലേ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു സ്പോർട്സ് ബാറുണ്ടായിരുന്നു, അവിടെ വന്നിട്ട് ബർഗർ, പിന്നെ ഫ്രൈസ്, ചിക്കൻ, പിന്നെ സാൻഡ്വിച്ച്, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ കഴിച്ച്. അധികം ഹെവി കഴിച്ചിട്ടില്ല. അത് ഞങ്ങൾ കുറച്ച് തന്നെ പോയി റെസ്റ്റ് എടുത്തു. ഞങ്ങൾ വീണ്ടും ഇറങ്ങിക്കുകയാണ്. ഇവിടെയാണ് 10 മണിക്ക് എന്തോ ഷോ, മ്യൂസിക് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ സ്റ്റേജ് കണ്ടോ, സ്റ്റേജ് ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വലിയ ഒരു റിസോർട്ടാണ്. പക്ഷേ അത്രയും ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് നമുക്ക് തിരക്ക് ഫീൽ ചെയ്യണില്ല. ബിക്കോസ് അത്രയും റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ പൂളിൻ്റെ സൈഡിൽ ബാറ്, കുറേ ഇഷ്ടം പോലെ ലോഡ് പേര് പൂളിലുണ്ട്, കുറേ പേര് ബുഫേയിലുണ്ട്, കുറേ പേര് പലതരം റെസ്റ്റോറൻറ്റ്സുണ്ട്. അപ്പോൾ ഇത്രയും തിരക്ക് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യണില്ല. ബാക്കി കാഴ്ചകൾ നമ്മൾക്ക് കാണണം. ബീച്ച് ഇതുവരെ പോയിട്ടില്ല, ബീച്ചാണ് ഹൈലൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ അവസ്ഥ നോക്കണം ബീച്ചിലത്തെ. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻ്റ് കേട്ടോ, അടിയിൽ റെസ്റ്റോറൻറ്റ്സ് ആണ്. മോൾ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതിനെക്കാട്ടും ഇങ്ങനെ തന്നെ അപ്പുറത്തൊക്കെയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരണേ. ഇവിടുത്തെ പൂള്. ആ കാണുന്നത് ഓലപ്പര, ചെറിയ സാധനമല്ല, ബാറാണ്. അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. പൂളിൽ സൈഡിലേക്ക് അടിക്കുക പരിപാടി. അടിച്ചടിച്ചടിച്ച് ആൾക്കാർ പാമ്പായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ കിടന്നിട്ട്. ഇതാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബെവറോ ബീച്ച്. ലോകത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചിൽ 19ാം സ്ഥാനത്ത് നിൽക്കുന്ന ബീച്ചാണ് ബെവറോ ബീച്ച്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്.
ശരിക്കും ഇതിൻ്റെ കളർ ഇതിങ്ങനെ നല്ല ഒരു പ്രത്യേക കളറാണ്. അപ്പോൾ അത് ഞാൻ നാളെ കാലത്ത് കാണിച്ചു തരാം. ഈ ഭാഗം നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ്. ഇത് ഇവിടെ വേറൊരു ലോകമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ബെവറോ ബീച്ചിലാണ് നമ്മളിപ്പോൾ. ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്താ വരാമെന്ന് വെച്ചാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാനഡ നമുക്ക് PR ഉണ്ടെങ്കിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് വിസ ഫ്രീ ആണ്. നമുക്കിവിടെ 90 ദിവസം വരെ വിസ ഇല്ലാണ്ട് നമുക്കിവിടെ വരാം. പിന്നെ കരീബിയൻ ഐലാൻഡിൽ ഒരു അത്യാവശ്യം നമുക്ക് വരാൻ പറ്റിയതും പിന്നെ ടൂറിസ്റ്റ് വരുന്നതൊക്കെ ഒരു പ്ലേസാണ് പുൻറ്റക്കാന. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റൽ അല്ല, അത് സാന്റാ ഡൊമിംഗോ എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലമാണ്. പക്ഷേ ഇത് നമ്മളെന്താ വെച്ചാൽ ഇത് ടൂറിസ്റ്റുകൾ മെയിൻലി വരുന്ന ഒരു സ്പോട്ടാണിത്. കുറച്ച് സേഫും ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇത് അത്ര ഒരു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന രാജ്യമാണ്. അതായത് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്ര സേഫ് അല്ല രാത്രി ഇറങ്ങി നടക്കലൊക്കെ. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ടൂറിസ്റ്റുകൾ വരില്ല. ടൂറിസ്റ്റുകൾ വരുന്ന മെയിൻ സ്ഥലത്തിൽ ഒന്നാണ് ഈ പുൻറ്റക്കാന എന്ന് പറഞ്ഞത്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ നമുക്കൊരു പ്രശ്നങ്ങൾ തോന്നിയില്ല. പിന്നെ എല്ലാ നാട്ടിലും അതായത് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അതിലൊന്നും ചെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇവിടെ ഇനിയും ഉണ്ട് കുറേ വിശേഷങ്ങൾ പറയാനായിട്ട്. അപ്പം അത് വഴിയെ കാണാം. ഡിന്നറൊക്കെ കഴിക്കാൻ പോവുക. അതൊക്കെ വഴിയെ വിശേഷങ്ങൾ പറയാം. സ്ഥലം എന്തായാലും അടിപൊളിയാണ്. വരണ വഴി കണ്ടു. ഇവിടേക്ക് വരാൻ ഇപ്പോഴാണ് പറ്റിയത്. എപ്പോഴും ഇരുട്ടായി. പിന്നെ മുന്നേ വരാൻ വെച്ചു. അപ്പം മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അഞ്ചു അവിടെ ഇരിക്കുന്നുണ്ട്. അഞ്ചു ഷൂട്ട കാരണം ആൾക്ക് ബീച്ച് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആള്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ പോയിരുന്ന് അത് കഴിഞ്ഞ് വന്ന് ഇവിടെ കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട്. അപ്പോൾ ഇവിടെ ഈ മ്യൂസിക് ഒരു 11 മണി വരെ ഉണ്ടെന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് DJ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു ദിവസം തന്നെ കാണണ്ട. അപ്പം പതുക്കെ ആയിട്ട് ഘട്ടമായിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ പോയി തിരിച്ചു പോവുക. ഒന്ന് കിടന്ന് നാളെ നേരത്തെ എനിക്ക് സൺറൈസ് കാണാൻ പോകണം എന്നാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അപ്പോൾ നമുക്ക് നാളെ കാലത്ത് എനിക്ക് നാളത്തെ കാര്യങ്ങൾ ഞാൻ നാളെ പറയും. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്, 2ാം ദിവസമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന ഇന്ന് നേരത്തെ എനിക്ക് 6 മണിക്ക് ഒന്ന് സൺറൈസാണ്. അപ്പോൾ 5:30 എനിക്ക് സൺറൈസ് കാണാനൊക്കെ പോകണമെന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ അലാം അടിച്ചപ്പോൾ അലാം ഓഫ് ചെയ്ത് സുഖമായിട്ട് കിടന്ന് തുടങ്ങി. 8:30 എനിക്ക് എന്നിട്ട് ഫ്രഷായി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. നമ്മളെവിടെ പോയാലും മഴ ഉണ്ടാവുമല്ലോ, നമ്മളൊരു കൂടപ്പുറപ്പ് പോലെയാണ്. അപ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ കാരണം ഇപ്പം മഴയുണ്ട്, ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുന്ന മഴ. അപ്പോൾ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബീച്ചൊന്ന് ശരിക്കും കണ്ടിട്ടില്ല, ബീച്ചൊന്ന് കാണണം, ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബഫയാണ്. ഇതിൽ ഒരു ഇങ്ങനെ ടാഗ് ഉണ്ട്. ഈ ടാഗ് നമ്മൾ കയ്യിൽ കെട്ടണം. എന്നാലെ മാത്രമാണ് നമുക്കിവിടെ എന്തും ഫ്രീ ആക്സസ് ഉണ്ടാവുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ അതിന് ഫൈനും ഉണ്ട്.
അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എല്ലാ റിസോർട്ടും ഇതേ സെറ്റപ്പാണ് മൊത്തം. അപ്പോൾ അത് മിസ്സാവാണ്ട് നോക്കുക. കാലാവസ്ഥ അത്ര ചൂടില്ല, ഒരു മഴക്കാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു ഇതാണ് ഇവിടെ മൊത്തം. മദ്യം ഒഴുകാണ്. ഇന്നലെ ആൾക്കാർക്ക് ഇവിടെ നടക്കാൻ പറ്റാണ്ട് ഇഴഞ്ഞ് നടക്കുന്ന കുറേ പാമ്പുകൾ ഞാൻ കണ്ടു. അങ്ങനെ ബാക്കി വിഷയങ്ങൾ വഴിയെ പറയാം. നമ്മുടെ കൂടെ അഞ്ചുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. റൂമിൽ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്നുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക്. ഒരു മാളിലൊക്കെ പോണപ്പോഴും തോന്നി. ഇത് സ്പാനിഷ് റെസ്റ്റോറൻ്റ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇതിനൊക്കെ ടൈമുണ്ട്. ഇപ്പോൾ ഈ സ്പാനിഷ്, ജാപ്പനീസ്, മെക്സിക്കൻ, ഇറ്റാലിയൻ അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ മുൻകൂട്ടി റിസർവ് ചെയ്യണം. ബുഫേ ഉള്ളത് മാത്രമാണ് നമുക്ക് സമയമില്ലൊന്നുമില്ലാത്തത്. ഇതൊക്കെ ഈവനിങ് ഒക്കെ ഓപ്പൺ ആവുള്ളൂ. ഇത് മെക്സിക്കൻ. ഇതൊക്കെ റിസോർട്ടിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ഇത് പുറത്തുനിന്ന് ആൾക്കാർക്ക് ആക്സസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര സേഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ അത്ര ഈ കുറേ പേര് ഭയങ്കര കോഷ്യസ് ആവണം ട്രാവൽ ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട്. ഫോറിനേഴ്സിന് ഭയങ്കര അലേർട്ട് US ആയാലും കാനഡ ആയാലും ഒക്കെ പറയാറുണ്ട്. ആൾക്കാരും ഈ കുറച്ച് ദാരിദ്ര്യം അനുഭവിക്കണം കാരണം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഫോറിനേഴ്സിന് കുറേ പൈസ എന്ന് വിചാരിച്ചിട്ടൊക്കെ മാക്സിമം അവിടെ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക. പക്ഷേ ഈ റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് എൻട്രൻസ് ഈ റിസോർട്ടിലേക്ക് തന്നെ. അതന്നെ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെയാണ്.
അപ്പോൾ നമ്മളിതിൽ വന്ന് നമുക്ക് പുറത്ത് പോകാൻ അത്ര എളുപ്പമല്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ എങ്ങനെയാണോ ഇവരുടെ ടൂർ ഏജൻസി അല്ലെങ്കിൽ പാക്കേജ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെയും നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ പുറത്തുനിന്ന് ആരുമില്ല, നമ്മുടെ ഈ റിസോർട്ട് താമസിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ നിൽക്കണുള്ളൂ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വീണ്ടും ഇറങ്ങി. അപ്പോൾ നേരത്തെ കുറച്ച് മഴയുണ്ടായിരുന്നു, അപ്പോൾ വീണ്ടും കയറി. ഇപ്പോഴാണ് കറക്റ്റ് ബീച്ചിൻ്റെ ഒരു കളർ ടർക്കിസ് കളർ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 1:30 സമയമാണ്. 1:30 നേരത്ത് ബീച്ച് കണ്ടില്ലേ വെള്ളം കണ്ടില്ലേ, വെള്ളത്തിൽ നമുക്ക് ഫുൾ ക്ലിയർ ആണ് വെള്ളം. വൈറ്റ് സാൻഡിന് പേര് കേട്ട ഒരു ബീച്ചാണിത്, ബാവറോ ബീച്ച്. 5 അവിടെ ഇരിക്കുന്നുണ്ട് കണ്ണലത്ത്. ആൾക്കാർ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഇത് കെട്ടിയ സ്ഥലത്ത് മാത്രമാണ് ആൾക്കാർക്ക്, റോപ്പ് കെട്ടിയെടുത്ത് മാത്രം ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുന്നവർ മൊത്തം മയിലിറങ്ങുന്നു. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തുണ്ട്. ഇതൊന്നും കൂടാതെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അഡീഷണൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബോട്ട് പാർട്ടി ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു കാലത്ത് തന്നെ പിക്ക് ചെയ്ത് ഉച്ചയ്ക്ക് അവിടെ ഫുഡ് ലഞ്ചും ഇതൊക്കെ അടക്കം DJ പാർട്ടി, ഇതൊക്കെ നമുക്ക് അഡീഷണൽ ചാർജസ് വരും. അങ്ങനെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്നോർക്കലിംഗ് ഉണ്ട്, സ്ക്യൂബ ഡൈവിങ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ അഡീഷണൽ ചാർജസ് അതിനൊക്കെ വേറെ വരും. ഇതൊന്നും നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതൊക്കെ ചെയ്യണോ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ നോക്കിയിരിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതൊക്കെ ഉണ്ടെന്നറിയാം, എന്തായാലും നോക്കട്ടെ. പ്രധാന പ്രശ്നം ഞാൻ ഫേസ് ചെയ്തൊന്നുമല്ല, ഇവിടെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷാണ്. അപ്പോൾ അവർ സ്പാനിഷ് മാത്രമേ കൂടുതൽ സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷിലൊക്കെ ചില വേർഡ്സ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് മെയിൻ ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് റൂമിലേക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ട്രെയിനിൽ കയറി നമുക്ക് റൂമെത്താം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. റൂമിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെയിലെന്ന് പറഞ്ഞാൽ പൊള്ളണ വെയിലുണ്ട്, വേർത്ത് കുളിക്കുകയാണ് ഞാൻ. അപ്പോൾ വീണ്ടും നമ്മൾ ട്രെയിൻ കയറി. ഇത് സ്റ്റേഷനാട്ടോ, ഈ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതേപോലത്തെ സ്റ്റേഷൻ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള കാരണം നമുക്ക് ഭയങ്കര സുഖമാണ്. നേരെ പോയി റൂമിൻ്റെ അടുത്ത് പോയി ഇറങ്ങാം. അങ്ങനെ ട്രെയിൻ കയറി. ട്രെൻ ബാർസലോ അതാണ് നമ്മൾ പറഞ്ഞ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ബീച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇതാണ് നമ്മുടെ ബീച്ച് ഏരിയ. നിങ്ങളൊരു ബീച്ച് പേഴ്സണാണ്, നിങ്ങൾക്ക് ഈ റിസോർട്ട് ഭയങ്കര ഇഷ്ടപ്പെടും. ഇതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ വാട്ടർ പാർക്കൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പറ്റുവെച്ചാൽ പോകണം. ഞങ്ങൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോഴും എക്സ്പ്ലോറിങ്ങിലാണ് മൊത്തത്തിൽ.
ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും ഒരാഴ്ച സ്പെൻഡ് ചെയ്യുക എന്നുള്ള പോലെ തന്നെ. പക്ഷെ നമ്മുടെ അത്ര ദിവസമൊന്നുമില്ല, നമുക്ക് ആകെ 4 ദിവസമുള്ളൂ. ഇത് ഈ റിസോർട്ടിൻ്റെ വേറൊരു ഏരിയ കേട്ടോ. പിന്നെ വേപ്പൂള് അങ്ങനത്തെ ആ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ 600 ഏക്കർ ഉണ്ട്. അപ്പോൾ നടന്ന് പോകാൻ എളുപ്പമല്ല, ട്രെയിനിൽ തന്നെ പോകണം. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലെത്തി. ഇനി റൂമിൽ പോയിട്ട് ഞാൻ പുറത്ത് റെസ്റ്റോറൻറ്റ്സ് ഇനി രാത്രിക്കുള്ളത് ബുക്ക് ചെയ്യാൻ പോകണം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് സമയം 2:30 ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നർ റിസർവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2-3 റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഇറ്റാലിയൻ, ജാപ്പനീസ്, പിന്നെ ഫ്രഞ്ച്, സ്പാനിഷ് ഇവിടെയൊക്കെ നമുക്ക് റിസർവ് ചെയ്യണം സ്ലോട്ട്സ്. എന്നാൽ മാത്രം നമുക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ റെസ്റ്റോറൻറ്റ്സ് അല്ല, കുറച്ച് ഒരു ലിമിറ്റഡ് സീറ്റ്സ് ഒക്കെ ഉള്ളൂ. ജാപ്പനീസ് എനിക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഇന്ന് ഇറ്റാലിയൻ, നാളെ മെക്സിക്കൻ നോക്കാനാണ്. അപ്പോൾ ഇന്ന് ഇറ്റാലിയൻ നോക്കണം. അറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇറ്റാലിയൻ കിട്ടുമോ ഇല്ലേ, അല്ലെങ്കിൽ ഇന്ന് മെക്സിക്കനെ കിട്ടുന്ന വെച്ചാൽ മെക്സിക്കനിലേക്ക് പോകും. പിന്നെ നമുക്ക് ഇന്ന് അങ്ങനെയൊന്നും ഇല്ലേ, നമുക്കെല്ലാം ട്രൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് പിടിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ ഈ 24 hours ഇതുണ്ട്, എന്താ പറയുക, ബുഫേ ഉണ്ട്. ഇവിടെ ഏത് സമയത്ത് നമുക്ക് വിശന്ന് വന്നാലും നമുക്ക് ഫുഡ് കിട്ടും. അത് മെയിൻ ലോബിയുടെ അടുത്തുള്ള ഗസ്റ്റ് സർവീസിൽ പോയിട്ട് വേണം നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ റിസർവ് ചെയ്യാൻ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ 3 ദിവസത്തേക്ക് നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഡിന്നർ റിസർവേഷൻ ചെയ്തു. നമ്മൾ ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ബീച്ചൊക്കെ ആയതുകൊണ്ട്, പക്ഷേ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഡ്രസ് കോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇറ്റാലിയൻ ആയാലും മെക്സിക്കൻ ആയാലും മെഡിറ്ററേനിയൻ ആയാലും എല്ലാത്തിനും നമ്മൾ റിസർവ് ചെയ്ത് കഴിഞ്ഞു. ഈ 3 റെസ്റ്റോറൻറ്റ്സ് റിസർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് ഡ്രസ് കോഡ് മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മൾ ഫോർമൽസ് ഇട്ട് പോയാൽ മാത്രമാണ് അവരവിടെ ഇരിക്കാൻ നമ്മളെ സമ്മതിക്കുള്ളൂ. ട്രെയിനിൽ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് എക്സാക്ട്ലി മനസ്സിലാവണം. അത്രയും വലുത്, നമ്മൾ ഞാൻ പറയണ പോലെയല്ല, വന്ന് കാണാൻ തന്നെ വേണം. അത്രയും വലുതാണ് ഈ റിസോർട്ട്. വേർക്കുണ്ട്, ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, നന്നായി വേർക്കുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊരു ക്ലൈമറ്റ് പോലെ അത്യാവശ്യം ചൂടുണ്ട്, പിന്നെ ബീച്ചുമാണ്, പറയാമല്ലോ, നന്നായി വേർക്കുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ പിടിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ ലോക്കിന് കീ ഒന്നുമില്ല, ഈ ടാഗാണ് നമ്മുടെ കീ. തുറന്നു ഇത്രയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മറക്കരുത്, മുറിച്ച് കളയരുത്. ഹലോ ഗായ്സ്, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാൻ ഇനിയിപ്പോൾ സ്പോർട്സ് ബാർ ഉണ്ട്, സ്പോർട്സ് ബാറിലേക്ക് പോവാണ്. ബുഫേലേക്ക് പോകേണ്ട വെച്ചു, നമുക്ക് ലിമിറ്റഡ് ഫുഡ് മതി. അപ്പോൾ ഇന്നലെ സ്പോർട്സ് ബാർ പോയപ്പോൾ നമുക്ക് സ്പോർട്സ് ബാർ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നും സ്പോർട്സ് ബാറിൽ പോകാൻ വെച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര മഴയാണ്, ചില്ലറ മഴയല്ല, ഭയങ്കര മഴയാണ്. സമയം 5 മണിയാവണു. അങ്ങനെ നമ്മൾ ഉച്ചത്തെ ലഞ്ച് ലൈറ്റായിട്ട് കഴിച്ചു. ലൈറ്റായി കഴിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് ചുമ്മാ ഇങ്ങനെ അതിലിതിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. പൂളിലിറങ്ങാൻ നമുക്ക് ടവൽസ് വേണമെങ്കിൽ ഇവിടെ ടുവലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടവൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടവൽസ് കിട്ടും. ഇത് കാണിക്കണം. കൂടെ ഒരു കാർഡും ഉണ്ട്, ആ കാർഡും കൂടി കാണിച്ചാലാണ് നമുക്ക് ടവൽ കിട്ടുക. എന്നാൽ കുറച്ച് നേരം വെയിലില്ലാത്ത കാരണം കുറച്ച് നേരം കടലിറങ്ങാമെന്ന് വിചാരിച്ചു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കടലാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ആ ഡിന്നർ കഴിക്കാൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇത് നമ്മുടെ ഹോളാണ്. ഇവിടെ നിന്ന് മൈക്കിൾ ജാക്സൺ പറഞ്ഞിട്ട് ഡാൻസ് ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇത് ഫ്രഞ്ച് റെസ്റ്റോറൻ്റാണ്. ഈ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിന് മാത്രം നമ്മൾ അഡീഷണൽ പേ ചെയ്യണം. ബാക്കി ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് ആവശ്യമില്ല പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് എത്തിക്കഴിഞ്ഞു. ഹേയ്,
ഒരു ഡിഷാണ് ഇത്. ചിക്കൻ്റെ റിവ്യൂ പറയൂ. How's it? നല്ല ചീസി. Okay. And the noodles, huh? Spaghetti. ഇത് നമുക്ക് ട്രൈ ചെയ്യും. ഫിഷാണത്? ബോട്ട എങ്ങനെയുണ്ട്? അതെന്താ സാധനം? വലിയ ഇങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല എന്നാണ്. ഓക്കെ ഓക്കെ. ഇത് ഗോട്ടാണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഇതെന്തായിരുന്നു? തിരാമിസു. ടേസ്റ്റ് ചെയ്യും. ചോക്ലേറ്റ് പുഡിംഗ്. അടിപൊളിയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. ഫുഡ് കൊള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞു. ഞങ്ങളത് റൂമിലേക്ക് തിരിച്ചു പോകുന്നു. സമയം ഓൾമോസ്റ്റ് 10 മണി, 10:30 ആവാറായി. 10:15 കഴിഞ്ഞു, 10:30 ആവാറായി. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. നേരെ റൂമിലേക്ക് പോകുന്നു. ബാക്കി കാഴ്ചകൾ നാളെ കാണാൻ. മഴയുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ബാക്കി വിഷയങ്ങൾ നാളെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും. എന്തെങ്കിലും തെറ്റും വല്ലതും ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മാറ്റി പിന്നീട് മാറ്റിയെടുക്കാൻ നോക്കാം.